ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു അടിപൊളി എഗ് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ചെറിയ പിടി നമ്മുടെ വെളുത്തുള്ളി, ഒരു ചെറിയ പിടി മല്ലിയില, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടി ഒരു പേസ്റ്റ് ഫോമിലാക്കുക. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 250 ഗ്രാംസ് ബോൺലെസ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് മസാലാസ് ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇടുക കേട്ടോ. ഞാനിപ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഒരു 15 മിനിറ്റ്സ് മാറ്റി വെക്കുക കേട്ടോ. ശേഷം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുക. ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി ഉപ്പിട്ട കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്യുക. നമ്മൾ 15 മിനിറ്റ്സിലേക്ക് ഇതൊന്ന് ഇളക്കിയൊന്നും വേണ്ട. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി വന്ന ടൈമിൽ ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യാം. ഡീപ്ലി അങ്ങ് ഭയങ്കര ബ്രൗൺ ആയിട്ടൊന്നും ഫ്രൈ ആവേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഒരു സൈഡ് കുക്ക് ചെയ്യുക. വീണ്ടും തിരിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സവാളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവട്ടെ. ആ ടൈമിൽ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്ത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പിടുന്നില്ല, കാരണം ഞാൻ നേരത്തെ കുക്ക് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഈ മുട്ട ബീറ്റ് ചെയ്തതുണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ ഗോൾഡൻ ബ്രൗൺ ആയ സവോളയിലേക്ക് ഇട്ട് കൊടുത്ത് എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ, അതായത് ചിക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് മേക്കിംഗ് പ്രോസസ്സിലേക്ക് പോവാം. സാൻഡ്വിച്ച് മേക്കറിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക. നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചിക്കൻ മിക്സ് വെച്ച് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ റെഡ് കളറാണ്. ഇത് പ്രിപ്പയർഡ് ആകുമ്പോഴത്തേനും ഗ്രീൻ കളറാവും. അപ്പോൾ നമ്മുടെ അടിപൊളി എഗ് ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു ട്രൈ ഇതൊരു വളരെ ഹെൽത്തി ഓപ്ഷൻ. നിങ്ങൾക്ക് സാൻഡ്വിച്ച് മേക്കർ ഇല്ലെങ്കിൽ ഇതൊരു പാനിൽ വെച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. സോ എല്ലാവരും ഒരു ട്രൈ ഇത് ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ അവോയ്ഡ് ചെയ്ത് ചിക്കൻ ഗ്രില്ല് ചെയ്ത് എടുക്കാം കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇപ്പം മഴയൊക്കെ ആണല്ലോ. ഹോപ്പ് എവ്രി വൺ ഈസ് സേഫ്. ഇവിടെയും കറണ്ടൊന്നും ഇല്ലായിരുന്നു 2-3 ഡേയ്സ്. ഇപ്പോഴാണ് കറണ്ടൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടാൻ ലാഗ് വന്നു. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ